നമ്മളിന്ന് ബേത്ലഹേം കുടുംബ കൺവെൻഷൻ അതിൽ പങ്കുചേരുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ നമ്മുടെ കുടുംബവുമായി, കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാമ്പത്യ ജീവിതം. അതുമായി ബന്ധപ്പെട്ട കുടുംബത്തെക്കുറിച്ച്, കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ്. അതിന് ഏറ്റവും ആവശ്യമായ എന്ന് പറഞ്ഞാൽ വിജയപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് വചന വെളിച്ചത്തിൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് സുപരിചിതമാണ്. ലോകം രക്ഷപ്പെടണമെങ്കിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം. ഇനി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് വിശുദ്ധ മദർ തെരേസ പഠിപ്പിച്ചൊരു കാര്യം. ലോകത്തെ സമാധാനം വേണമെങ്കിൽ ആദ്യം അത് കുടുംബത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ പറഞ്ഞത്, ലോക സമാധാനം നീ ആഗ്രഹിക്കുന്നുണ്ടോ, നീ ആദ്യം നിന്റെ കുടുംബത്തിലേക്ക് പോയി കുടുംബാംഗങ്ങളെ സ്നേഹിക്കുക, അപ്പോൾ ലോകത്ത് സമാധാനമുണ്ടാവും. ഇനി പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ദാമ്പത്യ ജീവിതം. ഭാര്യ ഭർത്താക്കന്മാർ അവര് ഉത്തമ ഭർത്താവും ഉത്തമ ഭാര്യയായി മാറുന്നെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. അവരുടെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യമുണ്ടാവും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ദാമ്പത്യ ജീവിതം വിജയപ്രദമാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടണം. നിങ്ങൾക്കറിയാലോ എവിടെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഹെബ്രായർ 13:4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടണം. മാന്യമായ ഒരു കാര്യമാണ് വിവാഹ ജീവിതം. ഇത് മോശമായൊരു കാര്യമായിട്ട് ആരും കാണരുത്. മാന്യമായൊരു കാര്യം, അതിന് വിവാഹത്തെ മാന്യമായിട്ട് കാണണം. അതുകൊണ്ടാണ് തോബിയാസ് പറഞ്ഞൊരു കാര്യം, കർത്താവെ, ഞാനിവളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താലാണ്. അതാണ് മാന്യമായ കുടുംബജീവിതത്തിന്, വിവാഹ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുകയാണ്, മണവറ മലിനമാകരുത്. വളരെ ശ്രദ്ധിച്ചാലേ ഉള്ള ഈ വചന സന്ദേശം നിറവേറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധാപൂർവം ജീവിക്കുന്നവർക്കാണ് നല്ലൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റുക. മണവറ മലിനമാകരുത്. മലിനമായ മണവറയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ഗുണമേന്മ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഏതെല്ലാം വിധത്തിൽ മണവറ മലിനമാകാം അതറിഞ്ഞാൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മണവറയിൽ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒന്ന് നമ്മൾ കാണുന്നുണ്ട്, ഹെബ്രായർ 12:25 വചനം, വിദ്വേഷം നിങ്ങളെ മലിനരാക്കും. ചിലരുടെ മനസ്സിലിരിക്കുന്നത് ഈ ജഡിക പാപങ്ങള്, ലൈംഗികതയുടെ മേഖലയിൽ വീഴ്ചകൾ വന്നാലേ അശുദ്ധരാകത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിദ്വേഷം നിങ്ങളെ അശുദ്ധരാക്കും. ഭാര്യയാണേലും ഭർത്താവാണേലും മാതാപിതാക്കളാണേലും മക്കളാണേലും വിദ്വേഷം നമ്മെ അശുദ്ധരാക്കും. അത് ഞങ്ങൾ വൈദികരാണേലും ഞങ്ങൾ ബിഷപ്പ്മാരാണേലും മാർപ്പാപ്പയാണേലും വിദ്വേഷം ഞങ്ങളെ അശുദ്ധരാക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അശ്ലീല സംഭാഷണങ്ങൾ, അശ്ലീല കാഴ്ചകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളെ അശുദ്ധരാക്കും. അപ്പോൾ നമ്മുടെ മണവറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ ആ മണവറയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഗുണമേന്മ പ്രതീക്ഷിക്കാൻ പറ്റും? വിവാഹം മാന്യമായി കരുതപ്പെടണം, മണവറ മലിനമാകാതിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ദാമ്പത്യം സുന്ദരമാകണമെങ്കിൽ, അനുഗ്രഹപ്രദമാകണമെങ്കിൽ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റൂ. ദമ്പതിമാർ ഉത്തമ ഭർത്താവും ഉത്തമ ഭാര്യയായി മാറണം.
ഇന്ന് ചിലര് ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട്, അല്ലെ ഭാര്യയെ നന്നാക്കാൻ വേണ്ടി അവരുടെ പുറകെ നടക്കുന്ന ഭർത്താവിനെ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഭർത്താവാണെങ്കിൽ ഞാൻ ഉത്തമ ഭർത്താവായി മാറണം, ഞാൻ ഭാര്യയാണെങ്കിൽ ഞാൻ ഉത്തമ ഭാര്യയായി മാറണം, എൻ്റെ ഭർത്താവിന് മാറ്റം വന്നോളും. അങ്ങനെ ചിന്തിച്ച് സ്വയം തിരുത്താൻ പറ്റുന്നവര് അവരുടെ കുടുംബത്തിലാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കപ്പെടുക. അവരുടെ ജീവിത പങ്കാളിക്കാണ് അധികം താമസിയാതെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു കാര്യത്തിന് ഭാര്യ ഭർത്താക്കന്മാർ വലിയ പരിശ്രമം നടത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 17-ാം അധ്യായം 19-ാമത്തെ വചനം എടുത്താൽ, യോഹന്നാൻ 17:19 വായിച്ചാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ ഹൃദയത്തിൽ കുറിച്ചിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റുപറയാൻ സാധിച്ചാൽ, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യം അനുഗ്രഹപ്രദമാകും, കുടുംബം അനുഗ്രഹപ്രദമാകും. എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അവിടെ അങ്ങ് തുടങ്ങുക. അവിടെ തുടങ്ങിയാൽ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത സ്ഥലത്തേക്കെല്ലാം വ്യാപിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ വിശുദ്ധീകരണമാണ് എൻ്റെ കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ നന്നാക്കാനുള്ള നമ്മുടെ ആ ഒരു തീവ്രമായ പരിശ്രമം നിർത്തിയിട്ട് നമ്മളെ തന്നെ നന്നാക്കാനുള്ള ഒരു എളിയ പരിശ്രമം നടത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ഭർത്താക്കന്മാരെ ഓർത്തോ, ഒരു ഉത്തമ ഭർത്താവാകാൻ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭാര്യയെ സ്നേഹിക്കുന്നവനാണ് ഉത്തമ ഭർത്താവ്. നിങ്ങൾ ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുത്താലും ആഭരണം വാങ്ങിച്ചു കൊടുത്താലും നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താലും, ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൗൺസിലിങ്ങിന് വരുമ്പോൾ അവർക്ക് എണ്ണി പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളത്. സുഭാഷിതങ്ങൾ 30 അതിൻ്റെ 21 മുതൽ 23 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. സുഭാഷിതങ്ങൾ 30-ന്റെ 23-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സ്നേഹിക്കപ്പെടാത്ത ഭാര്യ. അത് സംഭവിക്കുന്നത് ഭർത്താവ് ഉത്തമ ഭർത്താവാകാത്തത് കൊണ്ടാണ്. പറയുണ്ട്, ഉത്തമ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും, ഭാര്യ സ്നേഹിക്കപ്പെട്ടാൽ കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഉത്തമ ഭർത്താവിനുണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്തായി 1:19 വായിച്ചാൽ കാണാൻ പറ്റും. യൗസേപ്പിതാവിൻ്റെ മാതൃക. ഇനി അവിടെ നമ്മൾ കാണുന്നത്, ഭാര്യയ്ക്ക് ഒരു കാരണവശാലും ഒരപമാനം വരരുത് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഭർത്താവാണ് ഉത്തമ ഭർത്താവ്. ഞാൻ കാരണം, എൻ്റെ സംസാരം കാരണം, എൻ്റെ കമൻറ്റ് കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഒരപമാനവും വരരുത്. അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പിതാവ് എന്ന് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ 36:29 പ്രഭാഷകൻ 36:29 വചനം എടുക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കേരളത്തെക്കുറിച്ചൊക്കെ സാക്ഷര കേരളം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചിലരുടെയൊക്കെ കമൻറ്റ്, വർത്തമാനം, പെരുമാറ്റം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്. 4-ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 4-ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പ്രഭാഷകൻ 36:29 ഭാര്യയെ സമ്പത്തായി കാണുന്നവനാണ് ഉത്തമ ഭർത്താവ്. അറിയാ, ഭാര്യ എൻ്റെ മേത്ത് കിടക്കുന്ന സ്വർണ്ണമല്ല, അല്ലെങ്കിൽ അവര് സ്ത്രീധനമായിട്ട് കൊണ്ടുവന്നതല്ല, അവരുടെ പേരിൽ എന്തുമാത്രം അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതല്ല. ഭാര്യ, എൻ്റെ സമ്പത്ത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു ഭർത്താവാണ് ഉത്തമ ഭർത്താവാകുക. തോബിത്ത് 10-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തോബിത്ത് 10:12 ഭാര്യയെ ദുഃഖിപ്പിക്കാത്തവനാണ് ഉത്തമ ഭർത്താവ്. ഇന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്, അല്ലേ നിസ്സാര കാര്യത്തിന് സംസാരിച്ചും കുത്തുവാക്ക് പറഞ്ഞും
വേണമെങ്കിൽ വാക്പ്രകാരം മാത്രമല്ല കൈകൊണ്ടും തല്ലും. അങ്ങനെയെല്ലാം ഭാര്യയെ വേദനിപ്പിക്കുന്നത് അത് കണ്ട് സമാധാനിക്കുന്ന ഭർത്താവ് ഉത്തമ ഭർത്താവാകില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ സാറായെ തോബിയാസിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സാറായുടെ മാതാപിതാക്കൾ യദ്ന റഗുവേൽ അവർ തോബിയാസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നീ ഇവളെ വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. ഞാൻ കല്യാണ പ്രസംഗമൊക്കെ കൊടുക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ഭർത്താവാകുന്ന നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ സ്വാർത്ഥ താല്പര്യം കൊണ്ടോ നിങ്ങളുടെ ഭാര്യയുടെ കണ്ണ് ഒന്ന് നിറയാൻ പോലും ഇടവരരുത്. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉത്തമ ഭർത്താവാകാൻ സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യായാധിപന്മാർ 13-ാം അധ്യായം വായിച്ചാൽ കാണാൻ പറ്റും. ഒരു ഉത്തമ ഭർത്താവാകാൻ സാധിക്കണമെങ്കിൽ ആ ഭർത്താവിന് തൻ്റെ ഭാര്യ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊന്ന് വിശ്വസിക്കാനും അവരോട് വിശ്വസ്തത പുലർത്താനും സാധിക്കണം. ഇവിടെ നമ്മൾ കാണുകയാണ്, മനോവായുടെ ഭാര്യയ്ക്ക് ദൈവം ഒരു സന്ദേശം കൊടുത്തു. അവളിത് വന്ന് ഭർത്താവിനോട് പറഞ്ഞു. ആ ഭർത്താവ് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ചില ഭർത്താക്കന്മാരാണ് അവർ പറയും, എനിക്ക് കുറേ നാളായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു, നിനക്ക് ഇച്ചിരി അബ്നോർമാലിറ്റി കയറിയിട്ടുണ്ടോന്ന്. അല്ല പിന്നെ ഇങ്ങനെയെല്ലാം നീ വന്ന് പറയുമോ? ഇവിടെ അതല്ല, ദൈവദൂതൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അതും ദൈവദൂതൻ പറഞ്ഞൊരു കാര്യം ഭർത്താവിനാണ് കൂടുതൽ പ്രസക്തിയുള്ളത്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ തൊട്ടുപോകരുത്, അശുദ്ധമായതൊന്നും നിങ്ങളെ സ്പർശിക്കരുത്. അങ്ങനെ വിശുദ്ധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകട്ടെ, ആ കുഞ്ഞിന് ഗുണമേന്മയുണ്ടാകും. ഇത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന ഭർത്താവിനെ കാണാൻ പറ്റും. കാരണം അവനൊരു ഉത്തമ ഭർത്താവായിരുന്നു. ഇനി ഇതോടൊപ്പം ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മഹത്വം, ഭർത്താവേ നിന്റെ മഹത്വം ചോർന്നു പോകാൻ ഒരു കാരണവശാലും നീ അനുവദിക്കരുത്. അതിന് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഞാനെന്ന ഭാവം. ചില ഭർത്താക്കന്മാരുടെ കുഴപ്പം, ഞാനാണ് എല്ലാം അറിയാവുന്ന വ്യക്തി, എൻ്റെ ഭാര്യ അതിനൊന്നും അറിയത്തില്ല. അത് കഴിവില്ലാത്ത, അറിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തി വേണേ ജന്തുവെന്നും പറഞ്ഞേക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാനെന്ന ഭാവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ശരിക്കും ഒരു ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ്. ഇനി എൻ്റെ അതേ കഴിവില്ലായിരിക്കാം എൻ്റെ ഭാര്യയ്ക്ക്, പക്ഷെ അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് അവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരുടെ കഴിവുകൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഒരു ഭർത്താവിന് സാധിക്കണം. ഇല്ല എങ്കിൽ നീ നിന്റെ മഹത്വം ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഗലാത്യർ 2:20 വായിച്ചാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനില്ല, ഞാനെന്ന ഭാവം ഇല്ലാതാക്കിയ ഒരു വ്യക്തിയാണ് പൗലോസ് ലീഗ എന്ന് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊന്ന്, സ്വാർത്ഥ സ്നേഹം. അതൊരു ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ്. സ്വാർത്ഥമതികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കല്യാണം കഴിക്കാൻ പോകരുതെന്ന് ഞാൻ പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ, അങ്ങനെ പറയുന്നവർ എന്തിനാ പിന്നെ കെട്ടാൻ പോയത്? വിവാഹ ജീവിതം സ്വാർത്ഥമതികളായിട്ടുള്ള വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പറയുണ്ട്, സ്വാർത്ഥ സ്നേഹം ഒരു ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ്. എഫേസസ് 5:25 വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഭർത്താവിന് കർത്താവ് കൊടുക്കുന്നൊരു നിർദ്ദേശമുണ്ട്, സഭയെ കർത്താവ് സ്നേഹിച്ചതുപോലെ ഭർത്താവെ നീ ഭാര്യയെ സ്നേഹിക്കണം. അതാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണേ ഒരു തേങ്ങ എടുത്ത് മണലിൽ പാവുക, അല്ലെങ്കിൽ ഒരു മാങ്ങാണ്ടി എടുത്ത് മണ്ണിൽ കുഴിച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു നാമ്പ് മുകളിലോട്ട് വരും, അതിന് വേരുകൾ താഴോട്ട് പോകും. ഇത് രണ്ടും സംഭവിക്കാൻ ഒരു കാര്യം സംഭവിക്കണം, പുറംമടല് പൊട്ടണം. ഇതാണ് ശരിക്കും സ്വാർത്ഥത പൊട്ടുക എന്ന് പറഞ്ഞാൽ. സ്വാർത്ഥത വെടിയുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് ശരിക്കും സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ഓരോ ഭർത്താവും
ഭാര്യയും തിരിച്ചറിയുന്നത് നല്ലതാണ്. മറ്റൊന്ന്, ദുർമാതൃക നൽകുന്ന ഭർത്താവ് ആ ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ യോഹന്നാൻ 13:15 വായിച്ചാൽ, യോഹന്നാൻ 13:15 അവിടെ കർത്താവിന് പറയാൻ സാധിച്ച ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു, ഇത് നിങ്ങൾ അനുകരിക്കുക. ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മാതൃക നൽകുന്ന വ്യക്തിയായി മാറണം. അതിനു പകരം ദുർമാതൃകം കൂടെ നൽകുവാണല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് മഹത്വമുള്ള ഒരു ഭർത്താവായിരിക്കാൻ പറ്റും? വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു കാര്യമാണ് നിരീശ്വര ചിന്ത. ചില ഭർത്താക്കന്മാർ എന്തോ വലിയ ഫാഷനായിട്ട് എടുത്തിരിക്കുന്നത്. അത് കണ്ടുപഠിച്ച് അവരുടെ മക്കളും ഇപ്പം അവർ പറയണത്, എവിടെ ദൈവം, ആർക്ക് വേണം ദൈവം? നിരീശ്വര ചിന്ത. നിങ്ങൾ സങ്കീർത്തനം 14:1 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ലെന്ന് പറയുന്നത് മൂഢനാണ്. അത് ഫാഷനാക്കി മാറ്റുന്നത് ഭോഷത്വമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവമില്ല എന്ന് പറയുന്നത് മൂഢനാണ്. നിരീശ്വര ചിന്തയിൽ ജീവിതം മുമ്പോട്ട് നയിച്ചിട്ട് അവസാനം പരിതാപകരമായ അവസ്ഥയിലെത്തിയ എത്രയോ വ്യക്തികളെക്കുറിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാൻ പറ്റും. ഭർത്താവിൻ്റെ മഹത്വം ചോർത്തിക്കളയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാഡിസം എന്ന് പറയും. സാഡിസം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിലൊരു സുഖം കണ്ടെത്തുക. അതാണ് സാഡിസം. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ സുഖം കണ്ടെത്തുക. ഇതൊരു ഉത്തമ ഭർത്താവിന് യോഗ്യമായൊരു കാര്യമല്ല. ശരിക്കും മറ്റുള്ളവരുടെ വേദന, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വേദന ഏറ്റെടുത്തവരെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. അത് നിറവേറ്റുമ്പോഴാണ് ഉത്തമ ഭർത്താവായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഭർത്താക്കന്മാർക്ക് അത്രയും മതി. നമുക്കിനി ഭാര്യമാരുടെ കാര്യം കൂടെ ചിന്തിക്കാം. ഇത്രയും നേരം ഭാര്യമാർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു, എൻ്റെ ഭർത്താവിനിട്ട് കൊടുത്തല്ലോ എന്നോർത്ത്. ഇനി നമ്മൾ ഭർത്താക്കന്മാർ ഉത്തമ ഭർത്താവും ഭാര്യയും ആയി മാറണം. അപ്പോഴാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്നത്. ഉത്തമ ഭാര്യയാകാൻ അത്യാവശ്യമായ ചില കാര്യങ്ങൾ വചനവെളിച്ചത്തിൽ നമുക്ക് കാണാം. സുഭാഷിതങ്ങൾ 31:18 പറഞ്ഞിരിക്കുന്നത്, ഉത്തമ ഭാര്യയുടെ വിളക്ക് അണയത്തില്ല. എൻ്റെ ഭാര്യമാരെ ഓർത്തിരിക്കുക, നിങ്ങളുടെ ആഭരണമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ വസ്ത്രാലങ്കാരമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ കുക്കിംഗ് സാമർഥ്യമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങൾ കൊണ്ടുവരുന്ന ശമ്പളമോ അല്ല പ്രധാനപ്പെട്ടത്. ഒരു ഉത്തമ ഭാര്യയ്ക്ക് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങൾക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന് വേണ്ടിയുള്ള, ലോകം മുഴുവന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ജീവിതം. ഉത്തമ ഭാര്യയുടെ വിളക്ക് അണയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത ഒരു ഭാര്യ എത്ര സുന്ദരിയാണെന്ന് പറഞ്ഞാലും, എത്ര അറിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും എന്ത് കാര്യം? ദൈവം അവർക്ക് എന്താ വില കൊടുക്കുക? ഒരു ഉത്തമ ഭാര്യയുടെ വിളക്ക് അണയരുത്. രണ്ടാമത്തെ കാര്യം 1 പത്രോസ് 3:3 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. 1 പത്രോസ് 3:3 മുതൽ, നിന്റെ അലങ്കാരം ആന്തരികമായിരിക്കണം, നിന്റെ സൗന്ദര്യം ആന്തരികമായിരിക്കണം. ആത്മാവിനെ അണിഞ്ഞ ആന്തരിക സൗന്ദര്യം, ബാഹ്യമായ പിന്നിയ മുടി, സ്വർണ്ണാഭരണങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, ഇതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടത് ആന്തരികമായ അലങ്കാരം. അത് ആത്മാവിനെ അണിയുമ്പോൾ നിനക്ക് ലഭിക്കുന്നതാണ്. പറയുണ്ട്, ആത്മീയതയ്ക്ക് സ്ഥാനം കൊടുക്കണം, പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആന്തരിക സൗന്ദര്യമുള്ള ഭാര്യയായിട്ട് മാറും. മറ്റു നമ്മൾ കാണുന്നുണ്ട്, എഫേസസ് 5:24 എടുത്താൽ, ഒരു ഉത്തമ ഭാര്യയുടെ വലിയ സൗന്ദര്യമായിട്ട് മാറുന്നതാണ് വിധേയത്വം. വിധേയത്വം, ഭർത്താവിന് വിധേയപ്പെടുന്നത്, കർത്താവിന് വിധേയപ്പെടുന്നത്, വിധേയപ്പെടേണ്ടവർക്കൊക്കെ വിധേയപ്പെടുന്നത്, അത് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉത്തമ ഭാര്യയാക്കി നിങ്ങളെ മാറ്റുന്ന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 31:12 വായിച്ചാൽ, സുഭാഷിതങ്ങൾ 31:12 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തമ ഭാര്യ ആജീവനാന്തം ഭർത്താവിന് നന്മ മാത്രമേ ചെയ്യൂ. എവിടം വരെയാ? ആജീവനാന്തം. അല്ലാതെ
എന്നോട് നന്നായിട്ട് പെരുമാറുന്നിടം വരെ ഞാനും പെരുമാറും. അതാർക്കാ ചെയ്യാൻ മേലാത്ത? വിജാതിയർക്ക് പോലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആജീവനാന്തം ഉത്തമ ഭാര്യ ഭർത്താവിന് നന്മ മാത്രമേ ചെയ്യൂ. വീണ്ടും സുഭാഷിതങ്ങൾ തന്നെ 31:13 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്തമ ഭാര്യയുടെ നല്ലൊരു ഗുണമാണ് അധ്വാനശീലം. മടി പിടിച്ചിരിക്കുന്ന ഭാര്യ കുടുംബത്തിന് ശാപമാണ്. ഇന്ന് ചില കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും, അവിടെ കയറി ചെന്ന ഒരടുക്കോ ചിട്ടയോ വൃത്തിയോ ഒന്നുമില്ല. ഇതിൻ്റെ കാരണം ഭർത്താവിൻ്റെതായ രീതിയിൽ പോകുന്നു. അതിനൊത്ത ഭാര്യ എന്ന് പറഞ്ഞ പോലെ ഭാര്യയും അത് കിട്ടുന്ന സമയമൊക്കെ കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണെ നോക്കിയിരിക്കും. എന്നിട്ട് കുടുംബത്തിൻ്റെ അവസ്ഥ, ഈ അധ്വാന ശീലമില്ലാത്തത് കൊണ്ട് കുടുംബത്തിൻ്റെ അവസ്ഥ വൃത്തിയില്ലായ്മ, അടുക്കും ചിട്ടയില്ലായ്മ, ഒരു ദൈവകൃപയില്ലാത്ത ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, അധ്വാനശീലരാകണം. അത് ഭാര്യയാണേലും ഭർത്താവാണേലും അധ്വാനശീലരാകണം. ഇതാണ് സുഭാഷിതങ്ങൾ 31:12 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സൽപ്രവൃത്തി, ദാനധർമ്മം, ഇതൊക്കെ ഒരു ഉത്തമ ഭാര്യയുടെ മുഖമുദ്രയായിട്ട് മാറും. സൽപ്രവൃത്തി, ദാനധർമ്മങ്ങൾ സുഭാഷിതങ്ങൾ 31:20 മുതൽ വായിച്ചാൽ മതി. നിങ്ങൾ ആ അപ്പസ്തോല പ്രവർത്തനം 9:36 തബീത്തയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തബീത്ത നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു. അവളുടെ സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, അതേക്കുറിച്ച് വിവരിച്ച് പറയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു അതിൻ്റെ സൽഫലം? അത് മരിച്ചു കിടന്നിട്ട് പോലും പത്രോസ് വന്ന് അവളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അതിനവർ കാരണമായിട്ട് പറഞ്ഞത്, ജീവിച്ചിരുന്നപ്പോൾ അവൾ ചെയ്ത സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയെ ഉത്തമ ഭാര്യയാക്കി മാറ്റുന്നത് നിങ്ങളുടെ ആഭരണങ്ങളും അല്ലെങ്കിൽ വിശേഷ വസ്ത്രങ്ങളും അല്ല എന്ന്, മറിച്ച് സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം, നമുക്ക് ഉത്തമ ഭാര്യയാകാൻ വേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മിതഭാഷിണിയാവുക. മിതഭാഷിണി, ഉച്ചഭാഷിണിയല്ല, മിതഭാഷിണി. അവൾ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മിതഭാഷിണിയായ ഭാര്യ, അതാണ് പ്രഭാഷകൻ 26:14 പ്രഭാഷകൻ 20:8 വായിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യങ്ങൾ. ഭാര്യയുടെ സൗന്ദര്യം, ഇതുവരെ നമ്മൾ കണ്ടത് ഭാര്യയ്ക്ക് സൗന്ദര്യം വർഷിക്കുന്ന കാര്യങ്ങളാണ്, ഒരു സ്ത്രീയെ ഉത്തമ ഭാര്യയാക്കി മാറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ സൗന്ദര്യം കെടുത്തുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതാനും വചനഭാഗങ്ങൾ എഴുതി വെച്ചു, എന്നിട്ട് പിന്നീട് സമയം പോലെ വായിച്ചാൽ മതി. പ്രഭാഷകൻ 25:23, പ്രഭാഷകൻ 26:8, പ്രഭാഷകൻ 26:25 വചനം അത് പറഞ്ഞ, പിന്നെ 26:26, 27:21, ഇങ്ങനെ കുറേ വചനങ്ങളുണ്ട്. ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രഭാഷകൻ 25:16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടത ഒരു ഭാര്യയുടെ രൂപം കെടുത്തും. ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ അവസാനം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മീരാ ജാസ്മിനെ പോലെ ഇരുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം കണ്ണാടിയെ നോക്കുമ്പോൾ കരടിയുടേതുപോലെ ഇരിക്കണം. കരടി, അതായത് ഈ വചനഭാഗം പറയുന്ന കേട്ടോ, നിന്റെ മുഖം കരടിയുടെ മുഖം പോലെയായി, രൂപം കെടുത്തും. അപ്പം അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഭാഷിതങ്ങൾ 19:13 എല്ലാ ഭാര്യമാരും ചങ്കിൽ എഴുതി ഒട്ടിച്ചാൽ നന്നായിരിക്കും. സുഭാഷിതങ്ങൾ 19:13 വചനം, ഭാര്യയുടെ കലഹപ്രിയം. ചിലരങ്ങനെയാണ്, അവരെങ്ങനെ പുറകെ നടന്ന് കുടുംബത്തിൻ്റെ അന്തരീക്ഷം കലഹത്തിൻ്റെ ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വേണം വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണേലും ഇങ്ങനെ രണ്ട് സംസാരിച്ചിട്ട് ഇനി വേണേൽ കിടന്നോളാൻ പറയും. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഭാര്യയുടെ കലഹപ്രിയം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ പോലെയാണ്. നല്ല മഴയാണ്, അങ്ങ് പെയ്തു തീർന്നോളൂ.
ഇതങ്ങനെയല്ല, ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴയോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 22:14 പ്രഭാഷകൻ 26:22 വായിച്ചാൽ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദുർനടത്തം, വേശ്യാവൃത്തി, ഇത് ഒരു ഭാര്യയ്ക്ക് ചേർന്നതല്ല. ഇതിൻ്റെ ഒന്നും ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അസൂയ, കോപം, ഉത്കണ്ഠ, പല ഭാര്യമാരെയും പിടികൂടാവുന്ന ചില കാര്യങ്ങളാണ് അസൂയ, കോപം, ഉത്കണ്ഠ. പ്രഭാഷകൻ 30:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ആയുസ് വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സൗന്ദര്യം കെടുത്തുന്നത് മാത്രമല്ല, ആയുസ് പോലും വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളാണ്. അവസാനമായിട്ട് ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന ഒരു കാര്യമാണ് ക്ഷമയില്ലായ്മ. ഭാര്യമാരെ, നിങ്ങൾക്ക് ബൈ നേച്ചർ കർത്താവ് ഒരു കൃപ തന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ ക്ഷമ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ ക്ഷമ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അത് കളയരുത്. കളയാതിരിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ ഭർത്താവിനെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ച് സ്നേഹത്തിലേക്ക്, നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദീർഘക്ഷമ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ആധ്യാത്മിക വളർച്ച വരണമെങ്കിലും നന്മ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ ദീർഘക്ഷമ ആവശ്യമാണ്. 2 പത്രോസ് 3:9 വായിച്ചാൽ 2 പത്രോസ് 3:9 നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വീണ്ടും 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 ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നത്? പല പാപങ്ങൾ, തെറ്റുകൾ, മാരകമായ പാപം ചെയ്തിട്ട് പോലും നമ്മളെ ഉന്മൂലനം ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും നമ്മൾ അനുദപിക്കും, രക്ഷപ്പെടും, നന്മയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായാൽ, വൻ കൃപ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവം വർഷിക്കും. അത് നിങ്ങളുടെ ഒരു കുടുംബത്തിന് മാത്രമല്ല, ലോകം മുഴുവനും അത് നന്മയായി മാറും, രക്ഷയായി മാറും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.